എല്ലാവർക്കും നമസ്കാരം. ഓക്സിജനോ ഇന്റർനാഷണൽ ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലൂടെ എങ്ങനെ മാന്യമായ ഒരു വരുമാനം സമ്പാദിക്കാം എന്നാണ് നമ്മൾ ഇവിടെ വിശകലനം ചെയ്യുന്നത്. ആദ്യം തന്നെ കമ്പനിയുടെ ലീഗാലിറ്റിയെക്കുറിച്ച് പരിശോധിക്കാം. കമ്പനിക്ക് എല്ലാവിധ ലീഗൽ സർട്ടിഫിക്കറ്റുകളുമുണ്ട്. GNP സർട്ടിഫിക്കറ്റ്, ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, FSSA സർട്ടിഫിക്കറ്റ്, GST സർട്ടിഫിക്കറ്റ് ഫോർ കേരള, കർണാടക ആൻഡ് ഡൽഹി, ഹലാൽ സർട്ടിഫിക്കറ്റ്. ഇങ്ങനെ നിയമപ്രകാരം ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ വേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളും കമ്പനിക്കുണ്ട്. ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 2018 ഓഗസ്റ്റ് 9 ബാംഗ്ലൂരിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. 4 പേരാണ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ളത്. ആദ്യത്തെ ആൾ കമ്പനിയുടെ ഫൗണ്ടറായ ഡോക്ടർ അബ്ദുൽ അർഷാദ് ആണ്. രണ്ടാമത്തെ ആൾ കമ്പനിയുടെ ഡയറക്ടറായ മിസ്റ്റർ മധുസൂദനൻ MD ആണ്. മൂന്നാമത്തെ ആൾ മറ്റൊരു ഡയറക്ടറായ മിസ്റ്റർ ഉബൈദ് എന്നയാളാണ്. നാലാമത്തെ ആൾ ജനറൽ മാനേജർ മിസ്റ്റർ സുധാകരൻ NV ആണ്. കൂടാതെ എഡിസൺ ഫ്രാൻസ് കമ്പനിയുടെ കോർപ്പറേറ്റ് ട്രെയിനറായും മിസ്റ്റർ പ്രേംലാൽ കമ്പനിയുടെ കോർപ്പറേറ്റ് മെന്ററായും എത്തുന്നു. കസ്റ്റമർ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ട കാര്യങ്ങൾ: പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ID, പാൻ നമ്പർ. ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ ഏതൊരാൾക്കും തികച്ചും സൗജന്യമായി ഒരു കസ്റ്റമറായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഒരു കസ്റ്റമറിൽ നിന്നും മാറി ഒരു പ്രിവിലേജ് കസ്റ്റമർ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ ആവുകയാണെങ്കിൽ ഒരു നല്ല ബിസിനസ് അവസരമാണ് നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. വെൽനസ് പ്രോഡക്റ്റ് ആൻഡ് കൺസ്യൂമർ ഗുഡ്സ്. കമ്പനിയുടെ വെൽനസ് പ്രോഡക്റ്റുകളും നിത്യോപയോഗ സാധനങ്ങളും നമുക്ക് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. 2. ഹെൽത്ത് ആൻഡ് വെൽത്ത്, അതായത് നല്ല ആരോഗ്യവും നല്ല സമ്പാദ്യവും നേടാൻ സാധിക്കും. 3. ഹോം ഡെലിവറി, സാധനങ്ങൾ വീട്ടിലെത്തിച്ചു നൽകുന്നു. 4. ക്യാഷ് ഓൺ ഡെലിവറി, സാധനങ്ങൾ വീട്ടിൽ കിട്ടിയിട്ട് മാത്രം പണം നൽകിയാൽ മതി. 5. റിട്ടേൺ പോളിസി, കിട്ടിയ പ്രോഡക്റ്റുകളിൽ തകരാറുണ്ടെങ്കിലോ നമ്മൾ തൃപ്തരല്ലെങ്കിലോ അത് മാറ്റിയെടുക്കാനുള്ള അവകാശം. ഇനി ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന ഈ കമ്പനിയെ ഒരു നല്ല ബിസിനസ് അവസരമായി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ വലിയ വരുമാനം നേടാനുള്ള അവസരവും കമ്പനി ഒരുക്കിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒരു ഹൈബ്രിഡ് പ്ലാനാണ് കമ്പനി നൽകിയിട്ടുള്ളത്. സൺഫ്ലവർ സിസ്റ്റം, ട്രൈനറി സിസ്റ്റം, ബൈനറി സിസ്റ്റം എന്നിവയടങ്ങിയ ഒരു സന്തുലിത പ്ലാനാണ് കമ്പനി നമുക്കായി തരുന്നത്. 5 തരത്തിലുള്ള വരുമാനം കമ്പനി നമുക്ക് നൽകുന്നു. ഫസ്റ്റ്, ഇൻകം ഫ്രം 5 ക്ലബ്സ്. സെക്കൻഡ്, ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനഫിറ്റ്. തേർഡ്, ജനറേഷൻ സിസ്റ്റം. ഫോർത്ത്, ഡെവലപ്മെന്റ് ഇൻകം. ഫിഫ്ത്ത്, ഗ്ലോബൽ റോയൽറ്റി. എന്താണ് 5 ക്ലബ്ബുകളിൽ നിന്നുള്ള വരുമാനം അഥവാ ട്രഷർ പ്ലാൻ എന്ന് നോക്കാം. ഫസ്റ്റ്, സ്റ്റാർട്ടപ്പ് ക്ലബ്. 1000 രൂപയാണ് അതിലേക്കുള്ള എൻട്രി ഫീ. സെക്കൻഡ്, പ്രീമിയം ക്ലബ്. 10000 രൂപയാണ് അതിലേക്കുള്ള എൻട്രി ഫീ. തേർഡ്, മില്യനിയർ ക്ലബ്. 1,00,000 രൂപ മുതൽ തുടങ്ങുന്നു. ഫോർത്ത്, ബില്യനിയർ ക്ലബ്. 10,00,000 രൂപയാണ് അതിലേക്കുള്ള എൻട്രി. ഫിഫ്ത്ത്, ട്രില്യനിയർ ക്ലബ്. 1 കോടി രൂപയാണ് എൻട്രി ഫീ. 10,00,000 രൂപയുടെയും 1 കോടി രൂപയുടെയും പ്ലാനോ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ആശ്ചര്യപ്പെട്ടേക്കാം. എന്നാൽ ഇതിൽ അതിശയിക്കാനൊന്നുമില്ല. കാരണം ഈ പ്ലാനുകളിലേക്ക് ആർക്കും നേരിട്ട് പ്രവേശനമില്ല. ചെറിയ പ്ലാനുകളിൽ നിന്ന് ഗ്രാജുവലായി വലിയ പ്ലാനുകളിലേക്ക് കയറാൻ മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് ഈ പ്ലാനിനെ ട്രഷർ പ്ലാൻ എന്ന് വിളിക്കുന്നത്. ബൈനറി പ്ലാനാണ് ഇവിടെ പ്രധാനമായും ഉപയോഗിക്കുന്നത് എങ്കിലും സൺഫ്ലവർ പ്ലാനും ഇവിടെ വരുന്നുണ്ട്. അതായത് എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യാവുന്നതാണ്. 1:2 അല്ലെങ്കിൽ 2:1 എന്ന റേഷ്യോയിലാണ് ആദ്യ വരുമാനം വരുന്നത്. തുടർന്നുള്ള വരുമാനം 1:1 എന്ന അനുപാതത്തിലായിരിക്കും. 3ന്റെ ഗുണിതങ്ങളിലുള്ള ഓരോ പെയർ മാച്ച് ഇൻകവും തൊട്ടടുത്ത ക്ലബിലേക്ക് ക്യാരി ഫോർവേഡ് ആകുന്നു എന്നതാണ് ട്രഷർ പ്ലാനിൻ്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത. അതിനെക്കുറിച്ച് ഈ വീഡിയോയുടെ അവസാനം കൂടുതൽ വിശദമായി പറയുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് ക്ലബിലൂടെ വരുമാനം നേടുന്നത് എന്ന് നോക്കാം.
1000 രൂപ നൽകി സ്റ്റാർട്ടപ്പ് ക്ലബിൽ അംഗമായതിനു ശേഷം അതേ ക്ലബിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ എൻട്രിക്കും 50 രൂപ റെഫറൽ ബോണസ് ലഭിക്കുന്നു. 200 രൂപയാണ് പെയർ മാച്ച് ഇൻകം. ഒരു ദിവസം ഒരു ഐഡിയിലൂടെ ഒരാൾക്ക് 25 പെയർ മാച്ചിലൂടെ ലഭിക്കുന്ന 5000 രൂപയാണ് പരമാവധി നേടാനാവുക. ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഒരു വ്യക്തിക്ക് ഒരു പാൻ കാർഡിൽ 3 ഐഡികളാണ് പരമാവധി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. ഒരു ഐഡിയിൽ സീലിംഗ് ലിമിറ്റ് 5000 ആയതുകൊണ്ട് 3 ഐഡിയുള്ള ഒരു വ്യക്തിക്ക് അതിൻ്റെ 3 ഇരട്ടി വരുമാനം, അതായത് 5000 × 3 = 15000 രൂപ നേടാനുള്ള അവസരവും കമ്പനി നൽകുന്നുണ്ട്. അടുത്തത് പ്രീമിയം ക്ലബ്. 10000 രൂപയാണ് അതിലേക്കുള്ള എൻട്രി ഫീ. ഈ ക്ലബിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ എൻട്രിക്കും കമ്പനി നിങ്ങൾക്ക് 500 രൂപ റെഫറൽ ബോണസ് നൽകുന്നു. 2000 രൂപയാണ് പെയർ മാച്ച് ഇൻകം. 10 ജോഡി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന 20000 രൂപയാണ് ഡെയിലി സീലിംഗ് ഇൻകം. ഇവിടെയും നിങ്ങൾക്ക് 3 ഐഡി ഉണ്ടെങ്കിൽ ഒരു ദിവസം 20000 × 3 = 60000 രൂപ വരെ നേടാനുള്ള അവസരവും കമ്പനി നൽകുന്നുണ്ട്. അടുത്തതായി മില്യനെയർ ക്ലബ്ബ്. 1 ലക്ഷം രൂപയാണ് മില്യനെയർ ക്ലബിലേക്കുള്ള എൻട്രി ചാർജ്. മറ്റ് ക്ലബ്ബുകളിലെ പോലെ 1 ലക്ഷം രൂപ മുടക്കുമ്പോൾ നിങ്ങൾക്ക് കമ്പനി ഇവിടെയും ഒരു പ്രോഡക്റ്റ് നൽകുന്നുണ്ട്. ഈ ക്ലബിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ പുതിയ എൻട്രിക്കും 5000 രൂപ റെഫറൽ ബോണസ് ലഭിക്കുന്നു. 20000 രൂപയാണ് പെയർ മാച്ച് ഇൻകം. 10 പെയർ മാച്ചിലൂടെ ലഭിക്കുന്ന 2 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ സീലിംഗ് ലിമിറ്റ്. അടുത്തത് ബില്യനെയർ ക്ലബ്ബ്. 10 ലക്ഷം രൂപയാണ് ബില്യനെയർ ക്ലബിലേക്ക് എത്താനായി വേണ്ടത്. തുടർന്ന് ഈ ക്ലബിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ എൻട്രിക്കും 50000 രൂപ റെഫറൽ ബോണസ് ലഭിക്കുന്നു. 2 ലക്ഷം രൂപയാണ് പെയർ മാച്ച് ഇൻകം. 20 ലക്ഷം രൂപയാണ് ഡെയിലി സീലിംഗ് ലിമിറ്റ്. അടുത്തത് 5ാമത്തെയും അവസാനത്തെയും ക്ലബ്ബായ ട്രില്യനെയർ ക്ലബ്ബ്. 1 കോടി രൂപയാണ് ട്രില്യനെയർ ക്ലബിൽ അംഗമാകാൻ വേണ്ടത്. 5 ലക്ഷം രൂപയാണ് ഡയറക്റ്റ് റെഫറൽ ഇൻകം. 20 ലക്ഷം രൂപയാണ് പെയർ മാച്ച് ഇൻകം. 5 ജോഡിയിൽ നിന്ന് ലഭിക്കുന്ന 1 കോടി രൂപയാണ് ഡെയിലി സീലിംഗ് ലിമിറ്റ്. ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന കമ്പനിയെ മറ്റ് നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാക്കുന്ന ട്രഷർ പ്ലാനിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ് കേവലം 1000 രൂപ കൊടുത്ത് സ്റ്റാർട്ടപ്പ് ക്ലബിൽ അംഗമാകുന്ന ഒരു വ്യക്തി ഓട്ടോമാറ്റിക്കായി പ്രീമിയം ക്ലബിലേക്കും മില്യൺ ക്ലബിലേക്കും ബില്യൺ ക്ലബിലേക്കും ട്രില്യൺ ക്ലബിലേക്കും പോകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്റ്റാർട്ടപ്പ് ക്ലബിൽ ഓരോ ജോഡി വരുമ്പോഴും ഒരു 1000 റുപ്പീസ് മുടക്കി അംഗമായ നിങ്ങൾക്ക് 200 രൂപ പെയർ മാച്ച് ഇൻകം ലഭിക്കുന്നുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആദ്യത്തെ ഇൻകം ജനറേറ്റ് ആവാൻ മാത്രം 2:1 അല്ലെങ്കിൽ 1:2 എന്ന മാനദണ്ഡമുണ്ട്. എന്നാൽ തുടർന്നു വരുന്ന ജോഡികൾക്ക് ഇത് ബാധകമല്ല. 3ന്റെ ഗുണിതങ്ങളായി വരുന്ന ജോഡികളിൽ നിന്നുള്ള പെയർ മാച്ച് വരുമാനം, അതായത് 3, 6, 9, 12, 15, 18, 21, 24 ഇങ്ങനെയുള്ള ജോഡികളിൽ നിന്നുള്ള വരുമാനം നമുക്ക് ലഭിക്കില്ല. അത് തൊട്ടടുത്ത ക്ലബ്ബായ പ്രീമിയം ക്ലബിലേക്ക് പോയി അവിടെ ടോപ്പപ്പ് ആകും. ഒരു ദിവസം നിങ്ങൾ 5000 രൂപയുടെ സീലിംഗ് ആവുകയാണെങ്കിൽ അതിൽ നിന്ന് 1600 രൂപ പ്രീമിയം ക്ലബിലേക്ക് മാറ്റിവെക്കപ്പെടും. ബാക്കി 3400 രൂപ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഗ്രാജ്വലി പ്രീമിയം ക്ലബ്ബ് ഓട്ടോമാറ്റിക്കായി ആക്ടിവേറ്റ് ആകുന്നു. അങ്ങനെ പ്രീമിയം ക്ലബ്ബ് ആക്ടിവേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടപ്പ് ക്ലബിൽ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയാലും നമുക്ക് സ്റ്റാർട്ടപ്പ് ക്ലബിലും ഒപ്പം പ്രീമിയം ക്ലബിലും ഉള്ള വരുമാനം ഒരേ സമയം ലഭിക്കുന്നു. അതായത് നമ്മുടെ വരുമാനത്തിന്റെ സ്രോതസ് വലുതായിക്കൊണ്ടിരിക്കും. ഇതേ രീതിയിൽ തന്നെ നമ്മൾ മില്യനെയർ ക്ലബിലേക്കും ബില്യനെയർ ക്ലബിലേക്കും ട്രില്യനെയർ ക്ലബിലേക്കും ഓട്ടോമാറ്റിക്കായി അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ വ്യത്യസ്തമായ ക്ലബുകളിലൂടെ എത്രത്തോളം ഇൻകം നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം.
ആദ്യം തന്നെ സ്റ്റാർട്ടപ്പ് ക്ലബിലൂടെ മാത്രം ഒരു മാസം പരമാവധി എത്ര വരുമാനം നമുക്ക് നേടാൻ സാധിക്കും എന്ന് നോക്കാം. ഒരു സിംഗിൾ ID മാത്രം എടുത്ത് ജോയിൻ ചെയ്ത വ്യക്തിക്ക് പോലും 3400 രൂപ വെച്ച് 30 ദിവസം വാങ്ങിക്കാൻ സാധിക്കും. അതായത് മന്ത്ലി 1,02,000 രൂപ. അങ്ങനെയെങ്കിൽ ഒരു ട്രൈപോഡ് എടുത്ത് വന്ന വ്യക്തിക്ക് അതിന്റെ 3 ഇരട്ടി, അതായത് 3,06,000 വരെ സമ്പാദിക്കാനുള്ള അവസരമുണ്ട്. സ്റ്റാർട്ടപ്പ് ക്ലബിൽ നിന്ന് മാറ്റിവെച്ച തുക വഴി പ്രീമിയം ക്ലബ്ബ് ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ ഒരു സിംഗിൾ ID മാത്രം എടുത്ത വ്യക്തിക്ക് പോലും പെർ ഡേ 14,000 രൂപ വീതം 30 ദിവസം, അതായത് 4,20,000 രൂപ ഒരു മാസം നേടാൻ സാധിക്കും. ഇനി ഒരു ട്രൈപോഡ് എടുത്ത വ്യക്തിക്കാണെങ്കിലോ 12,60,000 രൂപ വരെ നേടാനുള്ള അവസരമുണ്ട്. നെക്സ്റ്റ്, ഒരു മില്യനെയർ ക്ലബിലേക്ക് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം പല മടങ്ങ് വർദ്ധിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ മില്യനെയറിൽ നിന്ന് ബില്യനെയറിലേക്കും അതിൽ നിന്ന് ട്രില്യനെയറിലേക്കും കടന്നു ചെല്ലും. അതിൻ്റെ ഒന്നും കാൽക്കുലേഷൻ ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ പറഞ്ഞ വരുമാനം തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ഇനി രണ്ടാമത്തെ വരുമാനം, ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ്. എങ്ങനെയാണ് കമ്പനി അത് കൊടുക്കുന്നതെന്ന് നോക്കാം. അതായത് സ്റ്റാർട്ടപ്പ് ക്ലബിൽ ഒരു ID എടുത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു IDയിലൂടെ 5,000 രൂപയാണ് പരമാവധി ലഭിക്കുക എന്ന് നമുക്കറിയാം. അതിൽ 1,600 രൂപ പ്രീമിയം ക്ലബിലേക്ക് മാറ്റിവെച്ച് ബാക്കി 3,400 രൂപ മാത്രമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. എങ്കിലും ഒരു കാൽക്കുലേഷന് വേണ്ടി ഞാൻ 5,000 തന്നെ എടുക്കുകയാണ്. അതായത് 5,000 പെർ ഡേ സീലിംഗ് അടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് 50 പേർ ബിസിനസ് വന്നു കഴിഞ്ഞാൽ 10,000 രൂപ വരെ കിട്ടേണ്ടതാണ്. എന്നാൽ 5,000 രൂപ മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ. ബാക്കി 5,000 രൂപ കമ്പനിയിലേക്ക് വാഷ് ഔട്ട് പോകും. ഈ സാഹചര്യത്തിൽ ITB അഥവാ ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ് ആയി കമ്പനി നമുക്ക് 5,000 രൂപ നൽകും. ഈ 5,000 രൂപ നമുക്ക് ലഭിക്കുന്ന സമയത്ത് നമ്മൾ കമ്പനിയുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിട്ടുണ്ടാകും. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. നിങ്ങൾക്ക് 100 പേർ ബിസിനസ് മാച്ചായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അന്നേ ദിവസം 20,000 രൂപയുടെ ബിസിനസ് ആണ് നടന്നത്. ഇവിടെ 100 വന്നു, ഇവിടെയും 100 വന്നു. കിട്ടേണ്ടത് 20,000 രൂപ. പക്ഷേ നമുക്ക് 5,000 രൂപ മാത്രമേ കിട്ടുകയുള്ളൂ. ബാക്കി 15,000 രൂപ വാഷ് ഔട്ട് പോകും. ഈ സാഹചര്യത്തിൽ നമുക്ക് ITB ബെനിഫിറ്റായി നടന്ന ബിസിനസിന്റെ പകുതി തുകയായ 10,000 രൂപ ലഭിക്കും. ഇങ്ങനെ 5,000 കിട്ടിയ വ്യക്തി കമ്പനിയുടെ ഓക്സി റൈസർ എന്ന റാങ്കിലെത്തും. 10,000 കിട്ടിയ വ്യക്തി ഓക്സി റൈഡർ എന്ന റാങ്കിലെത്തും. നെക്സ്റ്റ് ഓക്സി റേഞ്ചർ എന്ന റാങ്കിലെത്തും. ഇങ്ങനെ കമ്പനിയുടെ റാങ്കുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇനി ഡയറക്റ്റ് 1,00,000 രൂപ ഒരാൾ അച്ചീവ് ചെയ്യുകയാണെങ്കിലോ ഒരു സംശയവും വേണ്ട, ITB പ്രകാരം അതിന്റെ നേർപകുതിയായ 50,000 രൂപ അയാൾക്ക് കിട്ടും. അയാൾ നേരിട്ട് ഓക്സി ഡ്രീമർ എന്ന റാങ്കിൽ എത്തുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ ഇൻകത്തെ കുറിച്ചാണ് പറയുന്നത്, ജനറേഷൻ സിസ്റ്റം അഥവാ ജനറേഷൻ ക്ലബ്. ഇത് റീപർച്ചേസ് ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജനറേഷൻ സിസ്റ്റത്തിൽ 5 തരത്തിലുള്ള വരുമാനങ്ങളാണ് കൊടുക്കുന്നത്. അതിൽ ആദ്യത്തേത് പേഴ്സണൽ പർച്ചേസ് ഇൻകം, സെക്കൻഡ് ലെയർ ഇൻകം, തേർഡ് ഡെവലപ്മെന്റ് ഇൻകം, ഫോർത്ത് റിവാർഡ്സ്, ഫിഫ്ത്ത് ഗ്ലോബൽ റോയൽറ്റി. ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു RP എന്നാൽ 100 രൂപയാണ്. അതിനെ കമ്പനിയുടെ ഒരു പോയിന്റ് വാല്യൂ ആയി നമുക്ക് കണക്കാക്കാം. നെക്സ്റ്റ്, നമ്മൾ 5,000 രൂപയുടെ പർച്ചേസ് നടത്തിയാൽ പ്രോഫിറ്റായി 100 രൂപ കിട്ടി എന്ന് വിചാരിക്കുക. 100ൽ കുറയാനും കൂടാനും സാധ്യതയുണ്ട്. അത് ആ പ്രോഡക്റ്റിന്റെ വിലയെ ആശ്രയിച്ചിരിക്കും. ഞാനിവിടെ 100 രൂപ എടുക്കുന്നത് കാൽക്കുലേഷന്റെ എളുപ്പത്തിന് വേണ്ടിയാണ്. ഈ 100 രൂപയുടെ 65% കമ്പനി മാറ്റിവെക്കുന്നത് ജനറേഷൻ ക്ലബിലേക്കാണ്. ബാക്കി 35% മാത്രമാണ് കമ്പനിയുടെ പ്രോഫിറ്റിലേക്ക് പോകുന്നത്. ഈ 65% നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻകമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ പറഞ്ഞ സെയിം കാര്യം. അതിൽ 10% പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയിലേക്ക് തന്നെ പോകുന്നു. നെക്സ്റ്റ് 19% ഇവിടെ ലെവൽ ഇൻകം വരുന്നുണ്ട്. ഒരുപാട് പൊസിഷൻസ് വരുന്നുണ്ട്, 14ഓളം റാങ്കുകൾ. ആ റാങ്കിലേക്കാണ് ഈ വരുമാനം കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഇൻകം. അത് എടുത്തു പറയേണ്ട ഒരു ഇൻകം ആയതുകൊണ്ട് സെപ്പറേറ്റ് പറയാം. നെക്സ്റ്റ് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ഓരോ റാങ്ക് അച്ചീവ് ചെയ്യുന്ന സമയത്തും നമുക്ക് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് നൽകാൻ വേണ്ടി കമ്പനി 21% മാറ്റിവെക്കുന്നുണ്ട്.
നെക്സ്റ്റ് ഗ്ലോബൽ റോയൽറ്റി, അതും റാങ്ക് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്, എങ്കിലും സെപ്പറേറ്റ് പറയാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ റാങ്ക് ബേസ് ചെയ്തിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത്. അതായത് 21%, 19% ഇവിടെയാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ഈ ബിസിനസ്സിൽ ഡയറക്റ്റ് വന്ന് 10,000 രൂപയുടെ പ്രോഡക്റ്റ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനിയുടെ ബിസിനസ് എക്സിക്യൂട്ടീവ് മെമ്പറായി മാറുന്നു. കമ്പനിയിൽ നിന്നും കിട്ടുന്ന റീപർച്ചേസ് ഇൻകം 10,000 രൂപ വരെ നിങ്ങൾക്ക് വാങ്ങിക്കാനും സാധിക്കുന്നു. നെക്സ്റ്റ്, നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് 3 പേരെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത് അവരും അവരുടെ ടീമിലൂടെ സിംഗിൾ മെമ്പേഴ്സ് ആയല്ല. നിങ്ങൾ എ എന്ന വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എ എന്ന വ്യക്തിയുടെ ടീമിലൂടെ 10,000 രൂപയുടെ ബിസിനസ് നടന്നു. ബി എന്ന വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിലും നടന്നു. സി എന്ന വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിലും നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ് ചീഫ് എക്സിക്യൂട്ടീവ് ആയി മാറുന്നു. അടുത്തതായി 50,000 രൂപയുടെ ബിസിനസ് ടീമിലൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ് ഡെവലപ്പർ ആയി മാറുന്നു. അന്നേരം നിങ്ങൾക്ക് റിവാർഡ്സ് സ്റ്റാർട്ട് ചെയ്യും. ഒരുപാട് റിവാർഡ്സ് ഇവിടെ കമ്പനി കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ റീപർച്ചേസ് ഇൻകം ബേസ് ചെയ്തിട്ടാണ് കമ്പനിയുടെ ട്രൈനറി പ്ലാൻ വർക്ക് ചെയ്യുന്നത്. അടുത്തതായി ഡെവലപ്മെന്റ് ഇൻകം. ഡെവലപ്മെന്റ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ടീമിൽ ഓൾറെഡി പർച്ചേസും റീപർച്ചേസും നടത്തി പോകുന്ന മാസത്തിൽ പുതിയതായി ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സിനെ ബേസ് ചെയ്ത് നടക്കുന്ന ബിസിനസിന്റെ പ്രോഫിറ്റ് നമുക്ക് വിതരണം ചെയ്യുന്ന രീതിയാണ് ഡെവലപ്മെന്റ് ഇൻകം. അതായത് ഫ്രഷേഴ്സിൽ നിന്ന് നമുക്ക് നൽകുന്ന ഇൻകം. നിങ്ങൾ ഒരു ബിസിനസ് ഡെവലപ്പർ ആയി കഴിഞ്ഞാലാണ് ഈ ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഇൻകത്തിന് കമ്പനി മാറ്റിവെക്കുന്നത് 5%. ഓരോ ശതമാനവും ഓരോ റാങ്കിലേക്ക് കമ്പനി മാറ്റിവെക്കും. അങ്ങനെ നിങ്ങൾ കമ്പനിയുടെ ബിസിനസ് ഡെവലപ്പർ എന്ന പൊസിഷനിൽ എത്തിയെന്ന് കരുതുക. ആ മാസം നിങ്ങളുടെ ടീമിൽ പുതുതായിട്ട് വന്ന മെമ്പേഴ്സിൽ നിന്നും 10,000 രൂപയുടെ പർച്ചേസ് ടീം ത്രൂ, സിംഗിൾ ആയിട്ടല്ല, ടീം ത്രൂ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ് ഡെവലപ്മെന്റ് ഇൻകത്തിന് അർഹനാണ്. 3 ടീമിലൂടെ എയിലൂടെ 10,000, ബിയിലൂടെ 10,000, സിയിലൂടെ 10,000 നടത്തിയാൽ ഡെവലപ്മെന്റ് ഇൻകം കിട്ടും. ഇങ്ങനെ 5 പൊസിഷൻസ് ഉണ്ട്. 5 പൊസിഷനിലും 100 into 100, 200 into 100, 300 into 100, അതായത് RP ബേസ് ചെയ്തിട്ടാണ് ബിസിനസ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ലെയർ ഇൻകം സിസ്റ്റത്തിൽ ഉയർന്ന റാങ്കുകളിലൊന്നായ ബിസിനസ് മാഗ്നറ്റ് എന്ന ലെവലിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് റീപർച്ചേസ് ഇൻകം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. പിന്നീട് അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം വലിയൊരു ഇൻകമാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഇതുവരെ ആരും എത്താത്ത ഒരു പൊസിഷനാണ് ബിസിനസ് മാഗ്നറ്റ് എന്ന പോസ്റ്റ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ കമ്പനി ഇപ്പോൾ തന്നെ അതിനുവേണ്ടി മാറ്റിവച്ചിരിക്കുന്ന ഇൻകം 85 ലക്ഷം രൂപയാണ്. അത്രയും വലിയ സാധ്യതകളാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന കമ്പനി നമുക്കായി കാത്തുവച്ചിരിക്കുന്നത്. അടുത്തത് ഗ്ലോബൽ റോയൽറ്റി ഇൻകം. ഗ്ലോബൽ റോയൽറ്റി ഇൻകം കിട്ടുന്നത് നേരത്തെ ചാർട്ടിൽ കണ്ടതുപോലെ ബിസിനസ് മാസ്റ്റർ എന്ന പൊസിഷനിൽ എത്തുമ്പോഴാണ്. ആവറേജ് 10% കമ്പനി റോയൽറ്റി ഇൻകം കൊടുക്കാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പർച്ചേസിന്റെ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ടാണ് കമ്പനി ഈ ഇൻകം മുഴുവൻ കൊടുക്കുന്നത്. ബിസിനസ് മാസ്റ്ററിന് 50%, ബിസിനസ് ഡയറക്ടർക്ക് 20%, ദെൻ 10, 5, 5, 5 ഇങ്ങനെ വലിയൊരു റോയൽറ്റി തന്നെയാണ് കമ്പനി നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ളത്. അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്, നമ്മളിവിടെ ഒരു സിംഗിൾ പാൻ കാർഡിലാണ് ഒരു ID രജിസ്റ്റർ ചെയ്യുന്നത്. അതിൻ്റെ മിറർ ID ആയി 2 IDകൾ ഓട്ടോമാറ്റിക്കായി രജിസ്റ്റർ ചെയ്യപ്പെടും. പക്ഷേ ആ IDകളുടെ ആക്ടിവേഷൻ സെപ്പറേറ്റ് തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ മെയിൻ IDയിലൂടെ മാത്രമാണ് റാങ്കും റീപർച്ചേസ് ഇൻകവും നമുക്ക് കിട്ടുന്നത്. മറ്റ് IDകളിൽ ബൈനറി ഇൻകം മാത്രമാണ് നമുക്ക് ലഭിക്കുക. അതുപോലെ ബില്യൺ IDയും ട്രില്യൺ IDയും നമുക്ക് ഡയറക്റ്റ് ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കില്ല. അതിലേക്ക് ബിസിനസ്സിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മാത്രമേ എത്താൻ സാധിക്കുകയുള്ളൂ. എനിവേ, അനന്ത സാധ്യതയുള്ള ഒരു ബിസിനസ് അവസരമാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന കമ്പനി നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് ഈ ബിസിനസ്സിനെ ഏറ്റെടുത്താൽ നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ടൈം ഫ്രീഡവും ഫിനാൻഷ്യൽ ഫ്രീഡവും നമുക്ക് സാധ്യമാകും. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്ലാൻ ശ്രവിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.